ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഓഷ്യൻ മാഷപ്പ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊലാബ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്, ഒത്തിരി എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആരുമായിട്ടല്ലേ കൊലാബ് എന്ന് നിങ്ങൾ ആലോചിക്കും അല്ലേ? അപ്പോൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണഴക് ചാനലില്ലേ പെണ്ണഴകിൻ്റെ ഹിമയുടെ കൂടെയാണ് ഇന്നത്തെ കൊലാബ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സമ്മർ മേക്കപ്പ് ലുക്കാണ്. ഓക്കെ, ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ എങ്ങനെയായിരിക്കുന്ന ഹിമ എങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് കാണാൻ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹിമേനെ അറിയാൻ തോന്നുന്നു അല്ലേ? നല്ല കുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതും കൂടെ പോയിന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യണം, എല്ലാ വ്യൂവേഴ്സും. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? അത്രയും. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ 3 to 5 minutes വീഡിയോ വാച്ച് ചെയ്യണം. അതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് സമ്മർ ലുക്ക് എന്നല്ലേ ഞാൻ പറഞ്ഞത്. സോ ഞാനിങ്ങനെ ഫുൾ എല്ലാം ബ്രൈറ്റ് ആക്കുന്നില്ല, എല്ലാം ഒരു വാം ഷെയ്ഡാണ് കൊടുക്കുന്നത്. സോ സമ്മർ അല്ലേ, വെയിലത്ത് നമ്മളിങ്ങനെ ഒരു ഭയങ്കര പിങ്ക് കളറ് അതൊക്കെ കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിലത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും അതൊന്നും കൂടെ അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണാൻ തുടങ്ങും അല്ലേ? ഇപ്പം നമ്മളൊരു യെല്ലോ കളർ ചുരിദാർ ഇട്ടിട്ട് വെയിലത്തോട്ട് പോകുമ്പോഴത്തേനും ഭയങ്കര റിഫ്ലക്ഷൻ ആയിരിക്കും. ഇതേ ഈവനിങ് ആകുമ്പോഴത്തേനും നല്ല ഷെയ്ഡായിരിക്കും ആ യെല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെയാണ് കേട്ടോ. സമ്മറൊക്കെ ആയത് കാരണം ഞാനൊരു ലിനൻ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. സോ കോട്ടൺ, ലിനൻ അതുപോലത്തെയൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ ഒത്തിരി നല്ലതായിരിക്കും ഈ സമ്മർ ടൈമിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്, ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. സോറി, അത് ഞങ്ങളുടെ മാക്സ് ആണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് നോക്കിക്കോളൂ എന്താന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്, സമ്മർ ആയത് കാരണം. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അറിയാമല്ലോ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്. കുറച്ച് എടുക്കുക, ജസ്റ്റ് ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ വേറെ ഇടാട്ടോ. അപ്പോൾ ഹിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കുട്ടിയാട്ടോ ഹിമ. എനിക്ക് തോന്നുന്ന എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹിമയായിരുന്നു ജസ്റ്റ് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി. എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം എനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഞാൻ ചോദിക്കുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യായിരുന്നു. ഇങ്ങനെ ചെയ്താൽ മതി, തംബ്ലൈൻ ഇങ്ങനെ കൊടുക്ക്, അങ്ങനെ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയോട്, നമുക്കൊരു കൊളാബ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പുള്ളിക്കാരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് ആളെനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ നമുക്കൊരു കൊളാബ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പം സൺസ്ക്രീൻ ഇട്ടു. ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ നമ്മുടെ ന്യൂട്രജീനയുടെ സൺസ്ക്രീനാണ്, നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പ്രൈമർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നില്ല. സൺസ്ക്രീൻ അത്ര സ്വെറ്റ് പ്രൂഫ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്വെറ്റ് ചെയ്യില്ല ഈ സൺസ്ക്രീൻ. ഒത്തിരി അങ്ങനെ തന്നെ അങ്ങനെ ഇരിക്കും, ഇത്രയും ഭാഗത്ത് വേർക്കുകയില്ല. നല്ലൊരു സൺസ്ക്രീനാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഒരു പ്രൈമറിൻ്റെ എഫക്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക്. അടുത്തത് ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ മെബിലിൻ്റെ ബേബി ലിപ്സ്, നല്ലൊരു ലിപ് ബാമാണ്. ഓക്കെ, അടുത്തത് ഞാൻ കോൺടോർ ചെയ്യാൻ പോകണം. നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കോൺടോറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഏതാ ഷെയ്ഡ് എന്താണെന്നുള്ളത് എന്നൊക്കെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അപ്പോൾ സാധാരണ ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് എൻ്റെ കോൺടോർ ചെയ്യുന്നത്. ഇന്ന് എന്തായാലും ഞാൻ തിരിച്ച് ചെയ്യാമെന്ന് വെച്ചു. കോൺടോർ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ട് പിന്നെ ബാക്കിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അടുത്തത് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഓക്കെ, ഞാൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആണ്, ഓയിലി ടു ഡ്രൈ സ്കിൻ ഇറങ്ങും. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്യൂയി ലുക്കാണ് ഇഷ്ടം. സോ അത് കാരണം ഞാൻ എന്ത് ചെയ്യാന്നറിയോ, അതിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് ഗ്രേപ്പ് സീഡ് ഓയിൽ യൂസ് ചെയ്യുക. ഗ്രേപ്പ് സീഡ് ഓയിലിനെ കുറിച്ചൊക്കെ അറിയില്ല എല്ലാവർക്കും, ഒത്തിരി നല്ലതാണ് ഗ്രേപ്പ് സീഡ് ഓയിൽ. എന്താ പറയുക, ഹെയറിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, നെയിൽസിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഷെയ്ഡ് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരു ഡ്രോപ്പ് ഗ്രേപ്പ് സീഡ് ഓയിൽ. ഒത്തിരി യൂസ് ചെയ്യുന്നില്ല, ലൈറ്റായിട്ട്. ഓക്കെ, അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഓയിൽ ഒഴിച്ച കാരണം നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? നല്ലൊരു ഗ്ലോ ആയിരിക്കും സ്കിന്നിന്. സണ്ണിലൊക്കെ പോകുമ്പോഴത്തേനും ഒരു റിച്ച് ലുക്കായിരിക്കും സ്കിന്നിന്. ഓക്കെ, ഞാനിവിടെ എൻവൈബയുടെ കൺസീലർ ആട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലൊരു കൺസീലറാണ്. ഇതൊരു സ്പോഞ്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം.
നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്കിതൊക്കെ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോമ്പാക്ട് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ റെവ്ലോണിൻ്റെ ഒരു പൗഡറാണ് കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി എന്താ, നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ഐബ്രോ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഐ ചെയ്യാം. അപ്പോൾ ഐ ചെയ്യുന്നതിന് മുന്നേ കണ്ണിൻ്റെ അടിയിൽ ഐ ഷാഡോ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പൗഡർ, ഞാനിവിടെ സാധാരണ ഹിമാലയയുടെ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫോൾ ഔട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഐ ഷാഡോൻ്റെ, അതൊക്കെ ഈ പൗഡറിൽ നിൽക്കും. അപ്പോൾ നമുക്ക് എന്നിട്ടങ്ങ് തട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നൈക്കയുടെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് വെച്ച് ജസ്റ്റ് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐബ്രോ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഐ ഷാഡോ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫുൾ ഞാൻ പറഞ്ഞൊരു വാം ലുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ബ്രൗണ്, ഓറഞ്ച് അതുപോലത്തെ കളേഴ്സൊക്കെയാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഒത്തിരി ഞാൻ കൊടുക്കുന്നില്ല, ലൈറ്റായിട്ടേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പാലറ്റ്. ഈ പാലറ്റിൽ നിന്ന് ഞാനൊരു ബ്രൗണും ഓറഞ്ചും, ഈ ബ്രൗണും ഈ ഓറഞ്ചും കൂടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഒരു ഷിമ്മറി ഷെയ്ഡ് കൊടുത്തിട്ട്, ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡ് കൊടുത്തിട്ട്, ഇന്നർ കോർണർ ടു 3/4 നമ്മൾ ഐയിൽ കൊടുത്തിട്ട്, പിന്നെ ബാക്കിയെല്ലാം ഒരു വാം കളറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എൻവൈബയുടെ ഒരു പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് അപ്പോൾ കണ്ണു കഴിഞ്ഞ് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളയാം. ഓക്കെ, എല്ലാം ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകും. മേബ്ലിൻ്റെ കോണ്ടോർ പാലറ്റ് അല്ലേ, അതിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. കോണ്ടോർ കഴിഞ്ഞു. റിമലിൻ്റെ ഒരു ബ്രോൺസർ, അത് ബ്രോൺസർ അല്ല, അതൊരു ബ്ലഷ് തന്നെയാണ്. ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉള്ളതാണ് കേട്ടോ, ഒരു ഓറഞ്ച് ഷെയ്ഡ്. വാം ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ജസ്റ്റ് ലൈറ്റായിട്ട് ഞാൻ ഇവിടെയും കൂടെ കൊടുക്കുന്നുണ്ട്. സോ മൂക്കൂടെ കോണ്ടോർ ചെയ്തു. അടുത്തത് അപ്പോൾ ഹൈലൈറ്റർ. അപ്പോൾ നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈലൈറ്റിങ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഇടാം. ഓക്കെ, നല്ലൊരു ഷെയ്ഡാണ് ഈ ലോട്ടസിൻ്റെ, നല്ലൊരു ഓറഞ്ചിഷ്, ഒരു വാം ഓറഞ്ച് ഷെയ്ഡാണ്, ഒരു സാൻഡ് സ്റ്റോൺ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലുക്കിൽ വേണമെങ്കിൽ പോവാം. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഡോ വെസ്റ്റേൺ പോലെ, മീൻസ് ഇതിപ്പോൾ ഒരു ലിനൻ്റെ ഒക്കെ ഒരു ടോപ്പല്ല ജീൻസിൻ്റെ കൂടെ ഇടാം. ബട്ട് അതിനൊരു ഇൻഡോ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മെറ്റൽ, എന്തെങ്കിലും ഒരു ഓക്സിഡൈസ് തന്നെയല്ലേ പറയുന്നത്, ഇതുപോലത്തെ ഒരു മെറ്റലിൻ്റെ എന്തെങ്കിലും ഒരു ഓർണമെൻറ്റ് ഇടാം. ഇതർ കഴുത്തിൽ, അല്ലെങ്കിൽ ഒരു കഴുത്തിലിടാതെ കമ്മൽ മാത്രം ഇടും. അപ്പോൾ ഞാൻ കമ്മലിട്ടിട്ടില്ല, ജസ്റ്റ് ഈ കഴുത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സമ്മർ ആയത് കാരണം ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ഡ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ലുക്കിൽ നമുക്ക് പുറത്ത് പോവാം. ഓക്കെ, ഇല്ല വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പോവാം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പോവാം. എങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ പോവാം. ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഒരു കമ്മൽ മാത്രം മതി, ഒരു പൊട്ട് വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ടും പോവാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഹിമ ഒത്തിരി താങ്ക്സ്. ഞാൻ ഹിമയുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ, ഹിമയുടെ മേക്കപ്പ് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്.